നിങ്ങളുടെ KSFE ചിട്ടി ലേലം ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെ ചാർജുകളാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നത്? മറക്കാതെ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ ഫുൾ കണ്ടോളൂ കേട്ടോ. ഹായ്, ഹലോ, നമസ്കാരം. വെൽക്കം ടു സുനിൽസ് വാണ്ടർലെസ് വ്ലോഗ്സ്. KSFE സീരീസ് 2 ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് KSFE ചിട്ടി വിളിച്ചാൽ എത്ര രൂപ കുറയും, അതായത് ലേലം ചെയ്ത തുകയിൽ നിന്നും എന്തൊക്കെ ചാർജുകളാണ് KSFEയിൽ ഉണ്ടാവുക, എത്ര രൂപ നിങ്ങൾക്ക് കയ്യിൽ കിട്ടും, ഫോർമൻ കമ്മീഷൻ എത്ര, GST എത്ര, ഡോക്യുമെന്റേഷൻ ചാർജ് എത്ര, വാല്യുവേഷൻ ഫീസ് എത്ര. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. ഞാൻ എക്സാമ്പിൾ സഹിതം നിങ്ങളുടെ മുമ്പിൽ പറയുന്നുണ്ട്. KSFE സംബന്ധിച്ച് KSFE ചിട്ടി ചേർന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് 5% ഫോർമാൻ കമ്മീഷൻ. അതായത് എല്ലാ ചിട്ടിയിലും അത് 2500 രൂപ മാസം അടവ് മുതൽ 2.5 ലക്ഷം രൂപ വരെ മാസം അടവുള്ള എല്ലാത്തിനും, അതായത് എല്ലാ ചിട്ടിക്കും KSFEയുടെ ഫോർമാൻ കമ്മീഷൻ 5%. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. 2540 മാസം 1 ലക്ഷം രൂപയുടെ ചിട്ടി. ഈ 1 ലക്ഷം രൂപയുടെ 5% ഫോർമാൻ കമ്മീഷൻ. അതായത് 5000 രൂപയാണ് KSFEയുടെ ഫോർമാൻ കമ്മീഷൻ. ഈ 5000 രൂപയുടെ 18% GST. 236 രൂപയാണ് ഡോക്യുമെന്റേഷൻ ചാർജ്. അപ്പൊ 3 കാര്യങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതായത് എന്താണ്, ഫോർമാൻ കമ്മീഷൻ വന്നു, GST വന്നു, ഡോക്യുമെന്റേഷൻ ചാർജ് വന്നു. ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായി ചെറിയ ചിട്ടികളെ സംബന്ധിച്ച് വരിക. ഇനി വലിയ ചിട്ടികളാണെന്ന് ചോദിച്ചല്ലോ, ജാമ്യമായി നൽകുന്നത് വസ്തുവിൻ്റെ പ്രമാണമാണെങ്കിൽ ഇതിൻ്റെ കൂടെ വാല്യുവേഷൻ ലീഗൽ ഫീസും കൂടെ വരും. അതായത് 2250 രൂപ വരും. ഇത്രയും ചാർജുകളാണ് KSFEയിൽ നമ്മൾ ചിട്ടി ചേർന്നാൽ, ചിട്ടി വിളിച്ചാൽ നമ്മൾ കൊടുക്കേണ്ട ചാർജുകൾ. അപ്പോൾ എല്ലാവരും ജാമ്യമായി വസ്തു അവിടെ കൊടുക്കണം എന്നില്ല. അപ്പോൾ അവർക്ക് വാല്യുവേഷൻ ഫീസ് കുറയും. 3 കാര്യം നിർബന്ധമായി അവിടെ കുറയും. ഫോർമാൻ കമ്മീഷൻ, ഫോർമാൻ കമ്മീഷൻ്റെ 18% GST, 236 രൂപ ഡോക്യുമെന്റേഷൻ ചാർജ്. അതായത് 1 ലക്ഷം രൂപയുടെ ചിട്ടി നിങ്ങൾ ചേർന്നാൽ എപ്പോൾ വിളിച്ചാലും നിങ്ങൾ ഈ പറഞ്ഞ പോലെ 5000, 900 രൂപ GST, 236 രൂപ ഡോക്യുമെന്റേഷൻ ചാർജ്. അപ്പം എത്രയായി ടോട്ടൽ? 5000 + 900 + 236 രൂപ. ഇത്രയും രൂപ കഴിഞ്ഞിട്ടുള്ള സംഖ്യയെ നിങ്ങൾക്ക് ലഭിക്കും. 40 മാസം നിങ്ങൾ വിളിക്കാതെ ഇരുന്നിട്ട് അവസാനം പേയ്മെന്റ് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് 1 ലക്ഷം -5000 -900 -236 രൂപ. അതായത് 93,864 രൂപയാണ് ഇന്നത്തെ നിലയ്ക്ക് നിങ്ങൾക്ക് ആ ഒരു ചിട്ടി ചേർന്നാൽ ഫൈനൽ പേയ്മെന്റ് ആയിട്ട് ലഭിക്കുക. ഇപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ചിട്ടി നല്ല രീതിയിൽ ഓപ്ഷൻ വരുന്ന സമയത്ത് നിങ്ങൾ അനലൈസ് ചെയ്ത് ആ ചിട്ടി വിളിച്ച് ഉപയോഗിക്കണം. ഒന്നില്ലെങ്കിൽ ആ ചിട്ടി വിളിച്ച് ഡെപ്പോസിറ്റ് ചെയ്യുക. ഏറ്റവും നല്ലത് ചിട്ടിയുടെ മേൽബാധ്യതയ്ക്കുള്ള ജാമ്യം നൽകി നിങ്ങൾ ആ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുകയാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം. കാരണം ഞാൻ വീണ്ടും പറയുന്നു, KSFE ചിട്ടി എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ടൂളാണ്, ഒരു ഫണ്ട് റേസിംഗ് മെക്കാനിസം. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഈ പറഞ്ഞ 2540 1 ലക്ഷം രൂപയുടെ ചിട്ടി നിങ്ങൾ ചിട്ടി ഒന്നും വിളിക്കാതെ ചിട്ടി തുക മാത്രം അടച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് കാര്യമായി ഒരു ലാഭവും അതിൽ നിന്നും ജനറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ആ ചിട്ടിയിൽ ഉള്ള ലാഭവിഹിതം, ചിട്ടിയുടെ ഡിവിഡൻഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ചെറിയ ചിട്ടികളാണ്, അല്ലെങ്കിൽ പൊതുവേ ഇപ്പോൾ ഒരു 40 മാസം 50 മാസം ചിട്ടികളിൽ കാര്യമായ ഒരു ലേലക്കിഴിവ് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചേരുന്ന സമയത്ത് നിർബന്ധമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. എന്തൊക്കെ ചാർജസ് ആണ് KSFE ചിട്ടിയിൽ ഉണ്ടാവുക എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കും സജഷൻസും കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. മറ്റൊരു സബ്ജക്റ്റുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് സുനിൽസ് വാണ്ടർലെസ് വ്ലോഗ്സ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് സുനിൽസ് വാണ്ടർലെസ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. താങ്ക് യു.